മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി കുറ്റപത്രം. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള അക്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. നിഖിൽ അളവൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, അങ്ങനെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തൊക്കെ കുറ്റങ്ങളാണ് ഇതിനകത്തിപ്പോൾ ഇവർക്ക് എതിരെ ചുമത്തിയിരിക്കുന്നത്? അപ്പോൾ നേരത്തെ KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 KSU പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ ആണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിരുന്നത്. ഫെബ്രുവരി 25-ാം തീയതി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജിനെ ആക്രമിച്ചു, വധിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. മന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധമാണ് അന്ന് നടന്നത്. പക്ഷേ ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള വധശ്രമം തുടങ്ങിയ വകുപ്പുകളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതിന് പിന്നാലെ അറസ്റ്റിലായ 5 പേരെയും 16 ദിവസമാണ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 16 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിക്കുന്ന സാഹചര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ ഇവർ ഉപയോഗിച്ചുവെന്ന് പറയുന്ന ആയുധം കണ്ടെത്താനായില്ല എന്ന് പോലീസ് തന്നെ സമ്മതിച്ചതിന് പിന്നാലെയായിരുന്നു ഇവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായാണ് തങ്ങൾക്കെതിരെ വധശ്രമ കുറ്റം ഉൾപ്പെടെ ചുമത്തിയത് എന്നും ഈ കേസ് പുനരന്വേഷിക്കണമെന്നും KSU നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതുമാണ്. ഇപ്പോഴേതായാലും ഈ അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഈ പറയുന്ന 2 വകുപ്പുകളും, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു, ഒപ്പം തന്നെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള വധശ്രമം, ഈ 2 വകുപ്പുകളും ഒഴിവാക്കിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ തെറ്റായ ഒരു കാര്യം പറഞ്ഞ മന്ത്രിയും CPIMന്റെ മറ്റു നേതാക്കളും ഇക്കാര്യത്തിൽ മാപ്പ് പറയണം എന്നൊരാവശ്യം കൂടി KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും 5 KSU നേതാക്കൾക്കെതിരെ ചുമത്തിയ വധശ്രമ കുറ്റം അതൊഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കണ്ണൂരിൽ മുൻ മന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലെ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശരി, നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.